ഹായ് ഗൈസ്, അപ്പോൾ ചാനൽ മോണറ്റൈസ് ആവാനുള്ള ഒരു വലിയ കാരണമാണ് പ്രഭു. കാരണം പ്രഭുവാണ് എനിക്ക് ഐഫോൺ വാങ്ങി തന്നത് ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ആംബിയൻസ് ഒക്കെ. ഇത് ഞങ്ങളുടെ വീട്ടിൽ പട്ടിക്കൂടാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ആസ് യു ഓൾ ഹാവ് സീൻ ഇൻ മൈ തംബ്നെയിൽ, എൻ്റെ യൂട്യൂബ് ജേണിയെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് 2 years ബാക്കാണ്. അപ്പോൾ തുടങ്ങുന്നത് എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ഞങ്ങളുടെ പാഷനാണ് വീഡിയോ ഉണ്ടാക്കൽ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടി വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, ട്രിപ്പ് പോകണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, യൂട്യൂബ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇതിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഉള്ള എഫേർട്ട് എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് കാണിക്കാത്ത ടൈപ്പ് വീഡിയോസാണ് ഇട്ടിരുന്നത്, ലൈക്ക് കുക്കിംഗ് വീഡിയോസ്, ഷോർട്സ് പോലെയൊക്കെ. അത് മാത്രമല്ല, ഞാനത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു 3-4 ഫ്രണ്ട്സിന് ചിലപ്പോൾ അറിയാമായിരിക്കും, പിന്നെ വീട്ടിലും അറിയായിരുന്നു. അതല്ലാതെ ഇത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നാണമായിരുന്നു. അപ്പോൾ ഒട്ടും പോപ്പുലർ അല്ലാത്ത സാധാരണപ്പെട്ട ഒരാൾക്ക് യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടണമെങ്കിൽ എന്തുമാത്രം സ്ട്രഗിളിങ് ആയിരിക്കുമെന്ന് എല്ലാവർക്കും ജസ്റ്റ് തിങ്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക്. ആൻഡ് ഞാനൊരു ഭയങ്കര അൺപോപ്പുലറും അധികം ഇൻസ്റ്റാഗ്രാമിലൊന്നും റീച്ച് ഇല്ലാത്ത ആളായതുകൊണ്ട് നല്ല രീതിയിൽ പാടാണ്. പക്ഷേ ഫൈനലി ആഫ്റ്റർ 2 years എനിക്ക് തോന്നുന്നു മേ ബി ഈ ഇയർ ഫൈനലി മോണറ്റൈസ്ഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാറില്ലായിരുന്നു, ഒരു കാര്യം. പിന്നെ ഞാൻ അധികം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബ് തന്നെ ഒറ്റയ്ക്ക് പുഷ് ചെയ്ത് എൻ്റെ വീഡിയോ ഒരുപാട് പേരിലേക്ക് റീച്ച് ആവാൻ നല്ല ടൈം എടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇത് ഷെയർ ചെയ്യാനായിട്ട് വേറെ ഗ്രൂപ്പിലേക്കൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആഫ്റ്റർ ഒരു 6-7 months കഴിയുമ്പോഴാണ് ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു തുടങ്ങിയത്, ഇതുപോലെ ഇങ്ങനെ ഒരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ അതിന് ശേഷമാണ് കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് കാണാൻ തുടങ്ങിയത്, ലൈക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് ഇതിൽ നമുക്ക് എലിജിബിലിറ്റി എത്താൻ പറ്റുകയെന്ന്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്ര ഈസി ടാസ്ക് അല്ല എന്നുള്ളത്. ഓൾസോ എല്ലാ കണ്ട വീഡിയോയിലും ഇവർ പറയുന്നത് നമുക്ക് ഒരു നിഷ് വേണമെന്ന്. അതായത് ഇപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് മാത്രം ഇടുന്നു, ഡാൻസേഴ്സിൻ്റെ ആണെങ്കിൽ ഡാൻസിങ് വീഡിയോസ് മാത്രം ഇടുന്നു, ഫാമിലി വ്ളോഗ്സ് ആണെങ്കിൽ അങ്ങനെ. പക്ഷേ എൻ്റെ ചാനലിന് ഒരു നിഷ് കണ്ടുപിടിക്കാൻ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എനിക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറ്റില്ല, ബിക്കോസ് എനിക്ക് എല്ലാം വേണമായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ബെസ്റ്റ് ആണെങ്കിലേ അത് മാത്രം എടുത്തിട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ബയോയിൽ എഴുതിയിട്ടേക്കുന്ന പോലെ ഡാൻസ്, ഫാമിലി വ്ളോഗ്സ്, പിന്നെന്താ അങ്ങനെ കുക്കിംഗ് വീഡിയോസ്, ഫുഡ് വ്ളോഗ്സ്, അങ്ങനെ ചെറിയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചാനൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഹസിൽ പോലെ യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ടൈമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാനിപ്പോൾ ഡാൻസ് ഒരു നിഷായിട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഡാൻസ് പഠിച്ച് അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമില്ല. സാധാ വീഡിയോസ് പോലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമില്ല, ബിക്കോസ് നമുക്കൊരു വീക്കെൻഡിൽ ഒരു ഹോളിഡേ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അന്ന് യൂട്യൂബിന് വേണ്ടി ഇരിക്കാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാനിത് ആരോടും പറയാതിരുന്നിട്ട് കാര്യമില്ല, പയ്യെ കുറച്ച് പേരോട് പറയാമെന്ന്. അങ്ങനെ കുറച്ചധികം ഫ്രണ്ട്സിനോട് യൂട്യൂബ് ചാനലുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ അവരൊക്കെ വാച്ച് ചെയ്തിട്ട് പറഞ്ഞത് സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ചും കൂടി ക്ലാരിറ്റി വേണമായിരുന്നു. ഒരു ഐഫോൺ വാങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ഞാനും വിചാരിച്ചു, യെസ്, ക്ലാരിറ്റിയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ക്ലാരിറ്റി വേണമെങ്കിൽ ഐഫോൺ വേണം. അപ്പോൾ ഐഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റ്, യൂട്യൂബ് അങ്ങ് കത്തും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ആഫ്റ്റർ ഓൾമോസ്റ്റ് 1 year പ്രഭു എനിക്കൊരു ഐഫോൺ ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഐഫോണിൽ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ക്ലാരിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, ചെയ്യുന്ന കണ്ടൻറ്റും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാണുന്ന എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും യൂട്യൂബ് ഒരിടത്തും എത്തുന്നില്ല. അഗെയിൻ ലോസ് ഓഫ് മോട്ടിവേഷൻ. നമ്മൾ പിന്നെ വീഡിയോസ് വല്ലപ്പോഴും ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യാറേ ഇല്ല. അപ്പോൾ ഐഫോണും ഫ്ലോപ്പായ സ്ഥിതിക്ക് എൻ്റെ ബ്രദറും പ്രഭുവും
ഫ്രണ്ട്സും എല്ലാവരും പണ്ട് മുതലേ പറയുന്നതാണ് ഇൻസ്റ്റയിലാണ് ഫസ്റ്റ് റീച്ച് ആക്കേണ്ടത്. കാരണം അവിടെ നിന്ന് റീച്ച് കിട്ടാനാണ് ഏറ്റവും ഈസി യൂട്യൂബിനെ കാട്ടി. അപ്പോൾ ഫൈനലി ഞാൻ അഗ്രി ചെയ്തു. ഞാൻ ഇത്രയും കാലം ഇൻസ്റ്റയിൽ ഫോക്കസ് ചെയ്യാതിരുന്നത് ഒന്നാമത് ഞാൻ ഷൈ ആണ്. ഒരുപാട് ക്രിഞ്ച് റീൽസും ഓരോ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇട്ടാലേ വൈറലാവുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും ഷൈ ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തൊട്ട് കളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു. ഫൈനലി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും എൻ്റെ സ്കൂളിലും കോളേജിലും പഠിച്ച ആൾക്കാരും അറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ഇപ്പോൾ ഇവരൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് ഒരു ഭയങ്കര സംഭവമായിരിക്കും, എൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല. വെറുതെ കുറേ പേര് കണ്ട് ഞാൻ പ്ലിങ് ആയി എന്നല്ലാതെ ഒരു ഗുണം എനിക്കുണ്ടായില്ല. ചിലപ്പോൾ ആ ഇട്ട ലിങ്ക് ചിലപ്പോൾ അവർ കയറി കണ്ടു കാണും. അതല്ലാതെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയോ പിന്നീടുള്ള വ്യൂസ് കൂടുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതും ഫ്ലോപ്പ്. പിന്നെ എനിക്ക് ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് തന്നെ ഏതെങ്കിലും 1-2 ഡാൻസിൻ്റെ ഷോർട്സൊക്കെ ഇട്ട് അതുമാത്രം റീച്ച് ആവുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അപ്പോൾ ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണ് കൂടുന്നത്. അത് കൂടിയിട്ടും വലിയ കാര്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ വീഡിയോസ് റീച്ച് അയക്കുന്നത് ഫുള്ള് നോർത്ത് ഇന്ത്യൻസ്, വേറെ ലാംഗ്വേജുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അവരൊക്കെ ഫോളോ ചെയ്താലും എൻ്റെ വീഡിയോസൊന്നും കാണണമെന്നില്ല. ബിക്കോസ് അതിനകത്ത് മിക്കതും മലയാളം തന്നെയാണ്. അപ്പോൾ അതൊക്കെ എന്നെ നെഗറ്റീവായിട്ട് എൻ്റെ ചാനലിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് പാരൻസൊക്കെ നിർബന്ധിച്ച് ഓരോരുത്തരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ യൂട്യൂബ് എടുത്ത് നോക്കാൻ സമയമില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വ്യൂസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫോളോവേഴ്സ് ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജെനുവിൻ ഫോളോവേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേര് നോൺ മലയാളീസ് ഉണ്ട്. എനിക്ക് ഈ ഫോളോയിങ് ലിസ്റ്റിലുള്ള അത്രയും ഒരു ലൈക്സോ കമൻസോ ഒന്നും കിട്ടാറില്ല. ഒരുപാട് എൻഗേജിങ് അല്ല ആൾക്കാർ. സോ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വാട്ട് എവർ ഐ വാസ് ഡൂയിങ് വാസ് നോട്ട് വർക്കിംഗ് റൈറ്റ് ഫോർ മീ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എത്തിയപ്പോൾ ഞാൻ യൂട്യൂബിനെ നോക്കി കാണുന്ന രീതി തന്നെ മാറി. എന്ന് വെച്ചാൽ എനിക്ക് റീൽസ് എടുക്കാനൊക്കെ ഇഷ്ടമാണ്. ചില ഫാമിലി റീൽസ്, തമാശ, ദെൻ ഡാൻസ്, അതൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അല്ലാതെ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി എന്നുള്ളൊരു സംഭവം മാറ്റി ഞാൻ യൂട്യൂബ് എങ്ങനെ എനിക്ക് ഗുണമാവും എന്നുള്ളത് ചിന്തിച്ചു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരുപാട് യാത്രക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി യൂട്യൂബൊന്നും ഇല്ലാത്ത ആൾക്കാർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമായിരിക്കും, ചെറിയ ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമായിരിക്കും. അല്ലാതെ ഒരു ലോങ് വീഡിയോ, ആ ജേർണിയെ ക്യാപ്ചർ ചെയ്യുന്ന സംഭവങ്ങൾ, അതൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. സോ അതിനൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ഓൾസോ ചില പേഴ്സണലായിട്ടുള്ള ഫാമിലി ഫങ്ഷൻസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ആൾക്കാർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിത് റീവിസിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. എസ്പെഷ്യലി ട്രാവലിങ്ങും അതുപോലെ ചെറിയ ചെറിയ ഫാമിലി ഫങ്ഷൻസ്, ഗെറ്റ് ടുഗദേഴ്സ്, അങ്ങനത്തെ മൊമെൻറ്റ്സൊക്കെ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് അല്ലാതെ വേറെ എന്തൊക്കെ ബെനിഫിറ്റ് എനിക്കുണ്ടാവും എന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ഇത്രയും വീഡിയോസ് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസാണ്. നമ്മളിപ്പോൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ വീഡിയോ എടുത്ത് വെക്കും. പിന്നീട് നമ്മൾ ഈ വീഡിയോ റീവിസിറ്റ് ചെയ്യാനായിട്ട് പഴയ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡൊക്കെ തപ്പിപ്പോവാറൊന്നുമില്ല. ജസ്റ്റ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ നോക്കുമായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ, അത് ഈസിലി അവൈലബിൾ ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഇതൊക്കെ മറന്നു, നമ്മൾ ട്രിപ്പ് പോയി വന്നു, ഫൊഗോട്ടൻ. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ഫോർമാറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഈ ക്ലിപ്പായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഫോണിൽ നിന്ന്. അപ്പോൾ അങ്ങനെ യൂട്യൂബിനെ കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സമാധാനമുണ്ട്. ഓക്കെ, ആൾക്കാർ കണ്ടില്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. സോ ഇപ്പോൾ ആ ഒരു മൈൻഡിൽ അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്കാവും. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവുമായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പണ്ടത്തെ അത്രയും ആ ഒരു ഫ്രസ്ട്രേഷനും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആയാലായി, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഈ മോണറ്റൈസേഷൻ്റെ പുറകെ പോകുന്നതിന് പകരം ഞാൻ ഈ മെമ്മറീസൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ
ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ മോണറ്റൈസേഷൻ അത്ര അധികമായി ബോദർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്, എന്തെങ്കിലും അവിടെ എത്തുമായിരിക്കുന്നത്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ഒരു ദിവസം കത്തുമായിരിക്കും ചാനൽ. ഒരുപാട് പേര് നമ്മൾ യങ്സ്റ്റേഴ്സ് പോലും യൂട്യൂബേഴ്സിനെ ഒരുപാട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അവർ ചെയ്യുന്നത് സ്മാർട്ട് വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷേ ഐ വുഡ് സേ ടാസ്ക് ഓഫ് യൂട്യൂബേഴ്സ് ഇസ് വെരി ഈസി. കാരണം ഇതിൽ ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാധാ എഡിറ്റിങ്ങും ഞാൻ ഫോണിൽ തന്നെ ചെയ്യുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിന് തന്നെ നല്ല പാടാണ്, എസ്പെഷ്യലി ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോയ്ക്ക്. റീൽസ് എടുക്കാനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പാടുകളുണ്ട്. അപ്പോൾ ഈസി ആണെന്ന് ഞാൻ പറയില്ല അവരുടെ വർക്ക്. പക്ഷെ അല്ലാത്ത ജോബ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രെസ്സും പ്രശ്നങ്ങളും ഉള്ള ഒരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി വെറുതെ ഫാമിലി വ്ളോഗ്സും ഡെയിലി ലൈഫൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ പാടില്ല, ജസ്റ്റ് എഡിറ്റിങ്ങിൻ്റെ ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സോ അതൊരു സ്മാർട്ട് ഓപ്ഷനാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. പിന്നെ ചില സന്ദർഭങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വി ഗെറ്റ് ക്യാരിഡ് അവേ വിത്ത് എ മൊമെൻറ്റ്. ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് ബ്ലോഗേഴ്സൊക്കെ കാണിക്കുന്ന പോലെ ചെയ്യാൻ പറ്റാറില്ല. ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സോ അവരുടെ ഇടയിൽ കൂടെ ക്യാമറയൊക്കെ പിടിച്ച് ബ്ലോഗ് ചെയ്യാൻ എനിക്ക് പലപ്പോഴും തോന്നാറില്ല. ആൻഡ് ഓൾസോ ചില സമയത്ത് നമ്മൾ ആ മൊമെൻ്റ് എൻജോയ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഫോൺ എടുത്ത് വ്ളോഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. എസ്പെഷ്യലി നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയും കൂടി ആകുമ്പോൾ നമ്മളതിന് മെനക്കെടാൻ നിൽക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ യൂഷ്വലി വ്ളോഗേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇവൻറ്റിന് പോവുകയാണെങ്കിൽ നേരത്തെ 10 മണിക്കൂർ നേരത്തെ എണീറ്റ് അതിൻ്റെ ഒരുങ്ങുന്നതിൻ്റെ വീഡിയോ, പോകുന്നതിൻ്റെ വീഡിയോ, അവിടെ എത്തുന്നതിൻ്റെ വീഡിയോ, അവിടെ നടക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ സാധാ ലൈഫ് ലീഡ് ചെയ്യുന്നവരായതുകൊണ്ട് ഇതിനൊന്നും സ്പെഷ്യലി ടൈം അലോട്ട് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ അവിടെ എത്തിയാലും നമ്മൾ ആ ഒരു പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകാറാണ് പതിവ്. വളരെ റെയറായിട്ടാണ് എനിക്കൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാറുള്ളത്. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഫോണും എടുത്ത് വീഡിയോ എടുക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നാണമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ വിചാരിക്കും എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഇത്രയേ ഉള്ളൂ, ഇനി ആരെ കാണിക്കാനും, അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ റീസൺസ് കൊണ്ടും പിന്നെ ഷൈ ആയതുകൊണ്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് പല സന്ദർഭങ്ങളിലും. അങ്ങനെ ആഫ്റ്റർ 2 years എനിക്ക് മനസ്സിലായി നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ലെങ്കിൽ എത്ര കണ്ടൻറ്റ്, അടിപൊളി കണ്ടൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടാലും കാര്യമില്ലാന്ന്. അല്ലെങ്കിൽ പിന്നെ അത്രയും റീച്ചും പോപ്പുലാരിറ്റിയും ഉള്ള ഒരു യൂട്യൂബർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണറ്റൈസ്ഡ് ആവാനായിട്ടൊരു ചാൻസ് ഉണ്ട്, മേ ബി ദിസ് ഇയർ. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഒരു പ്രത്യേക തരത്തിലാണ്. ലൈക്ക് ഒരു വർഷത്തെ വീഡിയോസിൻ്റെ വ്യൂസ് മാത്രമേ അവർ കൗണ്ട് ചെയ്യുള്ളൂ. അങ്ങനെ എന്തൊക്കെയാണ്, എനിക്കും കാര്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നാണല്ലോ, ഇതൊക്കെ ആരോ പറഞ്ഞതാണ്, എന്നാലും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ട്രസ്റ്റ് ദ പ്രോസസ്സ്. 1% ഗ്രോത്ത് ആണെങ്കിലും അത് ഗ്രോത്ത് തന്നെയാണ്. സോ ഫൈനലി എന്നെങ്കിലും ഈ ചാനൽ ആ ഒരു ലെവലിൽ എത്തുമായിരിക്കും. അതുവരെയും വെയിറ്റ് ചെയ്യാം. ആൻഡ് കീപ് വാച്ചിങ് മൈ ചാനൽ. ആൻഡ് ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ് യെറ്റ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഈ വീഡിയോയ്ക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെയുണ്ട്. എന്താണെന്നല്ലേ, സാധാരണ ഇങ്ങനെ യൂട്യൂബ് ജേർണി പറയുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും അവരുടെ അക്കൗണ്ട്, സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 lakh എങ്കിലും മിനിമം കാണും. പക്ഷെ നമ്മുടെ ചാനലിൽ അങ്ങനെയൊന്നുമില്ല. എനിവേ, ദിസ് ഇസ് മൈ യൂട്യൂബ് ജേർണി, ദ സ്റ്റോറി ഓഫ് മൈ യൂട്യൂബ് ജേർണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, സഹതാപം തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. കീപ് സപ്പോർട്ടിങ്. ബൈ.